കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ KSU പ്രതിഷേധവും അതിനെ തുടർന്നുള്ള പരിക്കേറ്റ സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ വാക്പോരിന് വഴി തുറക്കുകയാണ്. മന്ത്രിക്ക് പരിക്കേറ്റു എന്ന ആരോപണം തള്ളിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ വഷളായി. മന്ത്രിക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അത് മർദ്ദിച്ചത് പോലീസുകാരാണെന്നും കരിങ്കൊടി പ്രതിഷേധം ജനാധിപത്യപരമായ ഒന്നാണെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം വെള്ളരിക്ക പട്ടണമാണോ എന്ന് ചോദിച്ച അദ്ദേഹം മന്ത്രി വീണ ജോർജിനെ പരിഹസിക്കാനും മറന്നില്ല. വീണ ജോർജ് ഇത്ര വലിയ നടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രധാന പരിഹാസം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വീണ ജോർജും തമ്മിൽ അഭിനയ മത്സരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നതെല്ലാം വെറും നാട്യമാണെന്നും ഈ അഭിനയം ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് പ്രതിഷേധിച്ചവർക്കെതിരെയല്ല, മറിച്ച് വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെയാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സർക്കാർ നടത്തുന്ന ഒരുതരം റിഹേഴ്സലാണ് ഈ നാടകങ്ങൾ. വീണ ജോർജിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും ആരും നുള്ളിയിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് മാരകമായി പരിക്കേൽക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. സർക്കാരിന്റെ ഡാറ്റ മോഷണം പുറത്തു കൊണ്ടുവരുന്നതിന് എതിരെ ശ്രദ്ധ തിരിക്കാനുള്ള അഭ്യാസമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡാറ്റ മോഷണത്തിന്റെ പുതിയ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും മുഖ്യമന്ത്രി PR ഏജൻസിയുടെ തടവറയിലാണെന്നും ചെന്നിത്തല ആവർത്തിച്ചു. KSU പ്രവർത്തകർ ആരെയും മർദ്ദിച്ചിട്ടില്ല. സംസ്ഥാനത്ത് പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെയാണ് ജനങ്ങളെ വഞ്ചിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. സർക്കാരിനെ വെള്ളപൂശാൻ സീരിയലുകളിൽ പോലും നല്ല കാര്യങ്ങൾ പറയിക്കുന്നു. ഇതിനായി കോടികളാണ് സർക്കാർ ചെലവാക്കുന്നത്. സിനിമാ താരങ്ങളെ ഉപയോഗിച്ചും ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ചായ കുടിക്കുന്ന ഗ്ലാസിൽ പോലും PR ഏജൻസി നൽകുന്ന തിരക്കഥയാണ് മുഖ്യമന്ത്രി എഴുതി വെക്കുന്നത്. KSRTC ബസ്സുകളിൽ പോലും സർക്കാരിന്റെ പരസ്യം തട്ടിയിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയതല്ലാതെ മറ്റ് ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU നേതൃത്വം. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ആരെങ്കിലും ഹാജരാക്കിയാൽ അവർക്ക് പാരിതോഷികം നൽകുമെന്നും സംഘടനകൾ വെല്ലുവിളിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നത്. തുടർന്ന് തനിക്ക് പരിക്കേറ്റതായി മന്ത്രി പരാതിപ്പെട്ടു. ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് പരിയാരത്തും അവരെ പ്രവേശിപ്പിച്ചു. എന്നാൽ ഈ സംഭവത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി RPF രംഗത്തെത്തിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ക്യാമറയിൽ മന്ത്രി ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ലെന്ന് RPF വ്യക്തമാക്കി. റെയിൽവേ പോലീസ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് സ്റ്റേഷനിലെ മുഴുവൻ ദൃശ്യങ്ങളും RPF പരിശോധിച്ചിരുന്നു. പ്രതിഷേധം നടന്ന സമയത്ത് മന്ത്രിയുടെ അടുത്തേക്ക് KSU പ്രവർത്തകർ എത്തിയോ എന്ന് പരിശോധിച്ചെങ്കിലും അക്രമം നടന്നതിന് തെളിവുകളില്ല. ഈ റിപ്പോർട്ട് പുറത്തുവന്നതോടെ കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ്. മന്ത്രിയുടെ പരിക്ക് വ്യാജമാണെന്നും ജനങ്ങളുടെ അനുകമ്പ പിടിച്ചുപറ്റാനുള്ള ശ്രമമാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. കണ്ണൂരിലെ ആക്രമണ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിതെന്ന് CPM ആരോപിക്കുമ്പോൾ പോലീസിനെ ഉപയോഗിച്ച് കേസെടുക്കാനുള്ള സർക്കാരിന്റെ കുബുദ്ധിയാണിതെന്ന് പ്രതിപക്ഷം തിരിച്ചടിക്കുന്നു. മന്ത്രി ആശുപത്രിയിൽ കഴിയുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളുടെ അഭാവം കേസിനെ ദുർബലപ്പെടുത്തും. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് പ്രതിഷേധം നടന്നതെന്ന് RPF റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് CPM ആരോപിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ വികസന മുരടിപ്പിൽ നിന്നും അഴിമതി ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മന്ത്രിയെ കരുവാക്കി നാടകം കളിക്കുകയാണെന്ന നിലപാടിലാണ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കള്ളക്കേസുകൾ എടുത്ത KSU പ്രവർത്തകരെ വേട്ടയാടാൻ സമ്മതിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. കേരള രാഷ്ട്രീയം ഇപ്പോൾ ഈ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ്. മന്ത്രിയുടെ പരിക്ക് സത്യമാണോ അതോ ചെന്നിത്തല പറഞ്ഞതുപോലെ അഭിനയ മത്സരമാണോ എന്ന് തെളിയിക്കേണ്ടത് വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളാണ്.